മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും എൻസിപി നേതാവുമായ അജിത് പവാറിന് വിമാനാപകടത്തിൽ ദാരുണാന്ത്യം. പൂനെയിലെ ബാരാമതിയിൽ വിമാനം തകർന്നു വീണ 2 ക്രൂ അംഗങ്ങളടക്കം വിമാനത്തിലുണ്ടായിരുന്ന 5 പേരും മരിച്ചു. അടിയന്തര ലാൻഡിംഗിനിടെ നിലംപൊത്തിയ വിമാനം പൂർണ്ണമായും കത്തിയമർന്നു. സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബാരാമതിയിലേക്ക് പുറപ്പെട്ടു. അജിത് പവാറിന്റെ ഭാര്യ സുനേത്രയും മകൻ പാർത്ഥും സുപ്രിയ സുലേക്കൊപ്പം ഉടൻ ബാരാമതിയിലെത്തും. പവാറിന് ആദരമർപ്പിച്ച് സംസ്ഥാന സർക്കാർ 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. പൊതുയോഗങ്ങളിൽ പങ്കെടുക്കാനായി ആരംഭിച്ച യാത്ര വിഫലമായി. ലക്ഷ്യസ്ഥാനത്തെത്തും മുൻപേ അജിത് പവാർ സഞ്ചരിച്ച സ്വകാര്യ വിമാനം തീഗോളമായി. മുംബൈയിൽ നിന്നും പുലർച്ചെ പുറപ്പെട്ട ലിയർജെറ്റ് 45 വിമാനം പറന്നുയർന്ന 1 മണിക്കൂർ പിന്നിട്ടപ്പോൾ തകർന്നു വീണ് കത്തിയമരുകയായിരുന്നു. ലാൻഡ് ചെയ്യാൻ നിമിഷങ്ങൾ മാത്രം ശേഷിക്കെ 8:45ഓടെയായിരുന്നു അപകടം. അടിയന്തര ലാൻഡിങ്ങിനിടെ റൺവേയിൽ നിന്ന് തെന്നിമാറിയുണ്ടായ ഇടിയുടെ ആഘാതത്തിൽ വിമാനം പൂർണ്ണമായും കത്തിനശിച്ചു. ചൊവ്വാഴ്ച മുംബൈയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്ത ശേഷം പ്രാദേശിക തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി റാലികളിൽ സംസാരിക്കാനാണ് അജിത് പവാർ സ്വകാര്യ ചാർട്ടേഡ് വിമാനത്തിൽ ബാരാമതിയിലേക്ക് പുറപ്പെട്ടത്. അജിത് പവാറിനൊപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥനും പൈലറ്റുമടക്കം 4 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. അപകടത്തിൽ 5 പേർക്കും ജീവൻ നഷ്ടമായി. അപകടം നടന്ന ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ആരുടെയും ജീവൻ രക്ഷിക്കാനായില്ല. വിമാനം താഴ്ചയിലേക്ക് പതിക്കുകയും പിന്നീട് പൊട്ടിത്തെറിക്കുകയുമായിരുന്നുവെന്ന് ദൃക്സാക്ഷികളിൽ ചിലർ പറയുന്നു. हम देखे कि हमें लगा नहीं क्रैश हो गया है, लेकिन एयर ट्रैप पे उतरेगा ऐसा लगा, उतर रहा है, लेकिन क्रैप हुआ और उसके बाद स्फोट हो गया उसका जबरदस्त. എൻലാൻഡസ് ഏവിയേഷന്റെ പ്രൈവറ്റ് ബിസിനസ് ക്ലാസ് ജെറ്റ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്താൻ കാരണമെന്താണെന്ന് വ്യക്തമല്ല. അപകടത്തിന് പിന്നാലെ ബാരാമതി വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു. അജിത് പവാറിന്റെ വിയോഗത്തിൽ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും നേതാക്കളും അനുശോചനം രേഖപ്പെടുത്തി. ജനങ്ങളുമായി ഏറ്റവും അടുത്ത നേതാവായിരുന്നുവെന്നും അജിത് പവാറിന്റെ വിയോഗം ഞെട്ടിച്ചുവെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. പവാറിന്റെ വിയോഗം നികത്താനാകാത്തതെന്ന് രാഷ്ട്രപതി പറഞ്ഞു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസുമായി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഫോണിൽ സംസാരിച്ചു. വിഷയത്തിൽ പ്രത്യേക അന്വേഷണം ആവശ്യപ്പെട്ട ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്തെത്തി. പവാറിന്റെ മരണം നികത്താനാവാത്ത നഷ്ടമാണെന്ന് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ പ്രതികരിച്ചു. വിയോഗം ഹൃദയഭേദകമെന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. അജിത് പവാറിന്റെ മരണത്തിൽ നിയമസഭയിൽ അനുശോചനം രേഖപ്പെടുത്തി. വേർപാട് അതീവ ദുഃഖകരമെന്ന സ്പീക്കർ AN ഷംസീർ അനുശോചിച്ചു. വിമാനാപകടത്തിൽ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി പരിശോധിച്ചാൽ മാത്രമേ അപകടത്തിന്റെ കൃത്യമായ കാരണം വ്യക്തമാകൂ എന്ന് അധികൃതർ അറിയിച്ചു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.